ഹായ് ഫ്രണ്ട്സ്, ബൂനി ആൻഡ് ഇലക്ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ ലിസ്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വേരിയബിളിൻ്റെ അണ്ടറിൽ ഒരുപാട് വാല്യൂസുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഒരു ബിൽറ്റ് ഇൻ ടൂളാണ് ലിസ്റ്റ്. അപ്പോൾ അതിനൊരു ഉദാഹരണം നമുക്ക് എഴുതി. അപ്പോൾ അല്ല ഒരു വിരോട് കോഹ്ലി റൺസ് വിരോട് കോഹ്ലി എന്ന് നോക്കാം. ഓക്കെ, റൺസ് വിരോട്. ഓക്കെ, അപ്പോൾ വിരാടിന്റെ വ്യത്യസ്തമായ റൺസുകൾ നമുക്ക് ഈ റൺസ് പീരീഡ് എന്നുള്ള ഒരു വേരിയബിളിന്റെ അണ്ടറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ഡാറ്റകൾ നമുക്കിവിടെ കോമട്ട് എഴുതി കൊടുത്താൽ മതി. 12, 38, 58, 90, പിന്നെ 103, 12, 8, 58 എക്സെട്ര. ഈ രീതിയിൽ എഴുതാം. എന്നിട്ട് ഇത് റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഓക്കെ റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ നൽകിയ വാല്യൂ അതിന്റെ ലിസ്റ്റിന്റെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് വേരിയബിൾ റൺസ് പീരീഡ് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഇതേ ലിസ്റ്റിലുള്ള മൊത്തം വാല്യൂ ഇവിടെ വന്ന്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അപ്പോൾ ഇത് ലിസ്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ടൈപ്പ് ഓഫ് ബ്രാക്കറ്റിൽ വീരിട്ട് അടിച്ചാൽ മതി. റൺസ് വീരിട്ട്. ഓക്കെ, അപ്പോൾ ലിസ്റ്റാണ്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളതാണ് എപ്പോഴും ലിസ്റ്റ് ചെയ്തത്. ഇനി ലിസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലിസ്റ്റിന്റെ പ്രത്യേകതകളാണ് പ്രോപ്പർട്ടീസ്. ലിസ്റ്റ് എപ്പോഴും ഓർഡേർഡ് ആയിരിക്കും. ഓക്കെ, ഓർഡേർഡ് ആണ്. ലിസ്റ്റിലെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഇതിന്റെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് മ്യൂട്ടബിൾ. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, കണ്ടാൽ അറിയാം, ഇവിടെ 12 ഇവിടെ ഒരു പ്രാവശ്യം വന്ന് വീണ്ടും 12 വന്ന്, അതുപോലെ 58 ഇവിടെ പ്രാവശ്യം വന്ന് വീണ്ടും 58. അപ്പം ഈ ലിസ്റ്റിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് അലോ ചെയ്യും. ഓക്കെ, അത് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇത് ഞാൻ വ്യത്യസ്തമായ ലിസ്റ്റിൽ നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ഇതാക്കാം. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ നീലിനെടുക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ആൽഫ ഇത് ക്യാരക്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻഡിജേഴ്സ് ആഡ് ചെയ്യാം. ഇനി ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് ആഡ് ചെയ്യാം. 13.6 അല്ല 24.6 അങ്ങനെ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് രണ്ടും ഞാനിപ്പോ തൽക്കാലം ഇവിടെ ഒഴിവാക്കുന്നു. ഒന്നുകൂടി റൺ ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ലിസ്റ്റിന്റെ പ്രോപ്പർട്ടീസ്. ഇനി ലിസ്റ്റിന്റെ പ്രത്യേകത പറഞ്ഞാല് ലിസ്റ്റ് നമുക്ക് ഇതിന്റെ ഓരോ എലമെന്റും ഇവിടുന്ന് റൈറ്റ് ടു ലെഫ്റ്റ് ഇതിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. ഓക്കെ, 0, 1, 2, 3, 4, 5, 6, 7 ഇൻഡെക്സ് വരെ ഉണ്ട്. ടോട്ടൽ 8 പൊസിഷൻ ഉണ്ടാവും. ഓക്കെ, 0 സ്റ്റാർട്ട് ചെയ്യുന്ന 8 പൊസിഷൻ. അപ്പൊ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ,
നമ്മളെ ലിസ്റ്റിന്റെ നെയിം ചെയ്ത ഇവിടെ റൺസ് പീരിയഡ് എന്നല്ലേ. പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്താക്കാം, നമുക്ക് ഏത് ഇതാണോ വേണ്ടത്. ഇപ്പോൾ ഒന്നാമത്തെ പൊസിഷനിലുള്ള ഇൻഡെക്സിന് വാല്യൂ വേണമെങ്കിൽ 0 എന്ന് കൊടുക്കുക. ദെൻ റൺ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ ഇവിടെ 12 അത് 12 കിട്ടി. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഇതിൽ ഇപ്പം നമുക്ക് ഇവിടെ 103 കിട്ടണമെങ്കിലോ 0 1 2 3 4 4 കൊടുത്താൽ മതി. ഓക്കെ, 103 കിട്ടി. ഇനി ഇതേപോലെ തന്നെ ലിസ്റ്റിന്റെ ഇൻഡെക്സ് 0 to വലത്തേക്ക് പോരുമ്പോൾ 0 to സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇടത്തോട്ടേക്ക് നമുക്ക് ലിസ്റ്റ് ഇൻഡെക്സ് വെച്ചിട്ട് നെഗറ്റീവ് സംഖ്യയിൽ നമുക്ക് റീഡ് ചെയ്യാം. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 0 to ഇത് നെഗറ്റീവ് ഇവിടുന്ന് വരുമ്പോൾ ഇത് -1, ഇത് -2, 8 എന്നുള്ളത് -2, പിന്നെ അതേപോലെ തന്നെ 12 എന്നുള്ളത് എത്ര വരും, -3, ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് 103 -4, 103ന്റെ വാല്യൂ കിട്ടണമെങ്കിൽ -4 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, -4. അപ്പൊ ഈ രണ്ട് രീതിയിലും നമുക്ക് ലിസ്റ്റ് ഇൻഡെക്സ് നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? ഇനി ഈ ലിസ്റ്റിന്റെ ലെങ്ത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കിയത്, ലെങ്ത് ഓഫ് റൺസ് പീരിയഡ് കൊടുത്താൽ മതി. ഓക്കെ, റൺ ചെയ്ത് നോക്കുക. അപ്പൊ 8 ക്യാരക്ടർ അല്ല 8 ഇൻഡെക്സ് അല്ല 8 പൊസിഷനിൽ ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, 1 2 3 4 5 6 7 8. ഓക്കെ, 8 പൊസിഷനിൽ വാല്യൂകളുണ്ട്. അതാണ് ലെങ്ത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ഇനി ഏതെങ്കിലും ലിസ്റ്റിലെ ഐറ്റംസ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ എന്തെങ്കിലും വാല്യൂസ് നമുക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ നമുക്ക് അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിൽ ഇവിടെ ഉള്ളത് 103, ഇത് 0 1 2 3 4. ആ 4 ഇൻഡെക്സിൽ 103 നമുക്ക് തെറ്റിപ്പോയി, അത് 106 ആയിരുന്നു വേണ്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 112 വേണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൺസ് ലിസ്റ്റ് നെയിം ചെയ്ത റൺസ് പീരിയഡ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇൻഡെക്സ് നമ്പർ ചെയ്ത ഇൻഡെക്സ് നമ്പർ 4 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 125 കൊടുക്കുന്നതിന് 125 മാറിപ്പോയത്. ഇനി അപ്പൊ എനിക്ക് ഇങ്ങനെ മാറ്റാം. ഓക്കെ, അപ്പൊ അത് അത് അലോവബിൾ ആണ്. അപ്പൊ അത് അവിടെ അപ്ഡേറ്റ് ചെയ്തോ നോക്കാൻ വേണ്ടിയിട്ട് പീരിയഡ് ഞാനിത് എൻ്റർ അടിക്കുന്നു, റൺ ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, ഇവിടെ 123 ഉള്ളത് 125 അല്ല സോറി 103 ഉള്ളത് ഇവിടെ 103 ആയിരുന്നു. 103 ഇവിടെ എത്തിയപ്പോൾ എന്തായി 125 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് മ്യൂട്ടബിൾ എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ലിസ്റ്റിലേക്ക് ഒരു വാല്യൂവിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇൻസേർട്ട് എന്നുള്ള. ഓക്കെ, ഇൻസേർട്ട്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ലിസ്റ്റ് നെയിം ചെയ്ത ഡോട്ട് ഇൻസേർട്ടിൽ പിന്നെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്തെല്ലാം ഇൻസേർട്ട് ചെയ്യേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. 1 45. ഇപ്പോൾ 2 വാല്യൂസ് ഞാൻ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ലിസ്റ്റ് എടുത്താൽ റൺസ് അടിക്കുക, റൺ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെല്ലാം ആഡ് ചെയ്ത്,
ഇതിന് എങ്ങനെയാന്ന് വെച്ചാൽ ഈ റൺസ് പീരിയഡ് ഇൻസെർട്ട് കൊടുത്താൽ ഈ ഫസ്റ്റ് കൊടുക്കുന്ന വാല്യൂ നമ്മൾ ഇൻഡെക്സ് ആയിട്ട് എടുക്കും. ആ ഇൻഡെക്സ് വാല്യൂ 45 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം ഉദാഹരണത്തിൽ ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ വാല്യൂ ഇത് റൺസ് പീരിയഡിൽ എത്ര ആയിരുന്നു? 30 ആയിരുന്നു. അല്ല സോറി, ഒന്നാമത്തെ വാല്യൂ 38 ആയിരുന്നു. 38 മാറിയിട്ട് അത് 45 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ വാല്യൂ 30 ആയിരുന്നു. സോറി, ഇതല്ല റൺസ് പീരിയഡ്. മുപ്പത്തെട്ടുള്ള ഇവിടെ 45 ആയിട്ടുണ്ട്. ഇതേ സംഭവം വേറെ എനിക്ക് ലാസ്റ്റുള്ള 58 ഇതിനെ മാറ്റിയിട്ട് 100 ആക്കണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യേണ്ടത്? 1 2 3 ഇൻഡെക്സ് നമ്പർ 0 1 2 3 4 5 6 7 8 9 നോക്കിയിട്ട് ഇതിനെ 100 ആക്കാം. ഓക്കെ, ഇനി റൺസ് വരും. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം? അതിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു കമാൻഡാണ് പോപ്പ് എന്നുള്ളൊരു കമാൻഡ്. അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലിസ്റ്റ് നെയിം ചെയ്ത റൺസ് പീരിയഡ് ഡോട്ട് പോപ്പ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ അവസാനത്തെ ഡാറ്റ നമുക്ക് ഇതിൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഡോട്ട് പോപ്പ് എന്നുള്ള ആർഗ്യുമെന്റ് ഓപ്പറേഷൻ. ഓക്കെ, ലെൻസ്. ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ലിസ്റ്റിലേക്ക് എന്തെങ്കിലും ഇപ്പൊ 100 ഞാൻ ഇവിടെ ഒഴിവാക്കി. ഇനി റൺസ് പീരിയഡ് എന്നുള്ള എടുത്താൽ ഇപ്പൊ എന്തില്ല, 100 ഇവിടെ ഇല്ല, 100 പോയി. ഇപ്പൊ എനിക്ക് വീണ്ടും 100നെ തന്നെ അതിലേക്ക് ആഡ് ചെയ്യണം അവസാനത്തേക്ക്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് മാറി അടിച്ചു പോയതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കീ ആണ് അപ്പൻഡ് എന്നുള്ളത്. ഓക്കെ, റൺസ് പീരിയഡ് ഡോട്ട് അപ്പൻഡ് ബ്രാക്കറ്റിൽ നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത് ആ വാല്യൂ കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ എനിക്ക് 100 ആയിരുന്നു വേണ്ടി, 100 തന്നെ ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് റൺസ് പീരിയഡ് ഒന്ന് 100 കൂടെ ആഡ് ചെയ്ത്. ഇനി അതല്ല, 100 കൂടെ മാറിപ്പോയില്ല, ഒരു 100 നെക്സ്റ്റ് ഒരു കോമന്റ് 120, മറ്റേത് ഒരു 10 കൂടി ആഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? അപ്പൻഡ് യൂസ് ചെയ്യാൻ പറ്റും. റൺസ് പീരിയഡ് ഡോട്ട് അപ്പൻഡ് ഏതൊക്കെ വേണ്ടത് ഒക്കെ അവസാനം ഏത് അപ്പൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ 120 വേണം, പിന്നെ അതേപോലെ തന്നെ ഒരു 10 വേണം. ഇനി വേണമെങ്കിൽ ഒരു കൂടി കൊടുക്കുക. ഇത് 3 എനിക്ക് ലാസ്റ്റ് ആഡ് ചെയ്യണം. ഓക്കെ, പുതിയ അവിടെ ഇത് റൺസ് ഡോട്ട് പീരിയഡ് ഇതെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് അപ്പൻഡ് ടേക്ക് ഓൺലി 1 ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പൻ്റെ ആകെ ഒരു ആർഗ്യുമെന്റ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഒരു ഡാറ്റകൾ മാത്രമേ ഈ അപ്പൻഡിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ് ഇതിലേക്ക് എടുക്കില്ല. അപ്പോൾ റൺസ് പീരിയഡ് നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് കാണുന്നത് 120 അവസാനം ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഡാറ്റകളെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, പീരിയഡ് നോക്കിയിട്ട്
സ്ലൈസിങ് ആയിട്ട് നമ്മൾ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 1 മുതൽ 4 വരെ ഞാൻ സ്ലൈസ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് എന്താ വന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഇൻഡെക്സ് മുതൽ 4ാമത്തെ ഇൻഡെക്സ് വരെ. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഇൻഡെക്സ് പറഞ്ഞാൽ ഇത് 0, ഇത് 1, അപ്പം 38 വരും. പിന്നെ രണ്ടാമത്തത് 58, 0, 1, 2, 3, 90. അപ്പോൾ ഇങ്ങനെ 3 ഇൻഡെക്സ് വരെ കിട്ടി. 4ാമത്തത് എക്സ്ക്ലൂഡഡ് ആണ് ഈ ഇതിൽ. ഓക്കെ, 3 ഇൻഡെക്സ് കിട്ടി. 1, 2, 3, 1, 2, 3 വരെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടി കഴിയും. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന അതാണ് സ്ലൈസിങ് മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് യൂസ് ചെയ്യുന്ന കാര്യമാണ് റിമൂവ് എന്നുള്ള ഫംഗ്ഷൻ. റിമൂവ് ലിസ്റ്റിൽ runs dot remove. ഏതാണോ നമ്മൾ ഡാറ്റ കറക്റ്റ് ഡാറ്റ കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ 12 കൊടുക്കാം. ഓക്കെ, അത് ഇനി ഇതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് റിമൂവ് ആയത്. ഓക്കെ, റിമൂവ് ആയിരിക്കുന്നത് ആദ്യത്തെ 12 ഇവിടെ റിമൂവ് ആയി. ഓക്കെ, അപ്പോൾ ഈ റിമൂവിൽ ആദ്യത്തെ ഒക്കറൻസ് എന്താണോ അത് ഈക്വലാവുന്ന ആ സാധനം മാത്രമേ നമുക്ക് റിമൂവ് ആയിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ ലിസ്റ്റിന് ഇതിനെ നമുക്ക് തിരിച്ച് 120 100 എന്നുള്ള രീതിയിൽ വരണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് റിവേഴ്സ് എന്നുള്ള റിവേഴ്സ് ലിസ്റ്റ് ഓപ്പറേഷനിൽ റിവേഴ്സ് ഡോട്ട് റിവേഴ്സ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റൺ ആയിട്ടുണ്ട്. ദെൻ റൺസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 120 ഉള്ളത് ആദ്യത്തെ വന്ന്, പിന്നെ 58 എന്നുള്ളത് 120 ആദ്യത്തെ വന്ന്, പിന്നെ വന്നത് അതിനായിട്ട് ചെറിയത് 100, 128, 120, 100, 58 അങ്ങനെ തിരിഞ്ഞിട്ട് വന്ന്. ഇനി സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് സോർട്ട് എന്നുള്ളത്. അപ്പോൾ റൺസ് നമ്മൾ നെയിം ചെയ്ത ഡോട്ട് സോർട്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ഇവിടെ എങ്ങനെ ഉണ്ടായിന് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ ഒന്നും ഈ റിവേഴ്സ് ആവില്ല. എന്താണോ ലിസ്റ്റിലുള്ളത് അത് നേരെ തിരിഞ്ഞിട്ട് വരും. അതിനെ സോർട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോർട്ട് എന്നുള്ള ഇത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ലിസ്റ്റിന്റെ ഇത് നോക്കാനുണ്ടായിരുന്നത്. ഇതിപ്പോ ഇങ്ങനെ ഇതൊക്കെ ഈ ലിസ്റ്റ് വേരിയബിളൊക്കെ വന്നത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ്. ഇനി നമുക്കൊരു ഫോർ ലൂപ്പിനുള്ളിലേക്ക് ഇട്ട് നോക്കാം. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഫോർ ഐ ഇൻ റൺസ് വീരിട്ട് പോലെ പ്രിന്റ് ആയി. നമുക്ക് എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് ഈ ലെങ്ത് നമ്മളെ റൺസിനെ നമ്മൾ അടിയിലേക്ക് ആക്കിയിട്ട് എഴുതാൻ കഴിഞ്ഞു. അതാണ് ഫോർ ലൂപ്പിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.